when the news broke out, they are HIV affected children. In that time, they faced so many problems. The community and the locals, even these children classmates, kept away from the society and also from schools. Nobody dared to come this home. അവരുടെ മെഡിസിൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയാൽ എന്നെ കൊണ്ട് അത് നീർത്തിക്കൊണ്ട് പോകാനുള്ള പൈസ സംബന്ധമായിട്ട് എന്നെ കൊണ്ട് വളരെയധികം പിന്നോക്കത്തിൽ നിൽക്കുക. 2 പിള്ളേരുടെ ചിലവ് കഴിയണം. തന്നെയല്ല ഞാൻ ഒരു അസുഖക്കാരിയാണ്. എപ്പോഴും എനിക്ക് മരുന്ന്, എനിക്ക് ഈ പെൻഷൻ കിട്ടിയാൽ എനിക്ക് മരുന്നിനെ തേടും. എപ്പോഴും ആസ്മയും അതും ഇതൊക്കെയാണ്. അതുകൊണ്ട് അതിൽ തന്നെ ഒന്നും എടുക്കാൻ പറ്റത്തൊന്നുമില്ല. മാറിയത് ആദ്യം വന്നപ്പോൾ കുറച്ച് രക്ഷിതാക്കൾക്ക്, അന്നും കുട്ടികൾക്ക് പ്രശ്നമില്ല, കുറച്ച് രക്ഷിതാക്കൾക്ക് ഇത്തിരി പ്രശ്നമുണ്ടായിരുന്നു. പിന്നീട് അത് നമ്മുടെ സ്കൂളിലെ എച്ചും അവിടുത്തെ PTA പ്രസിഡൻറ്റും എല്ലാവരും കൂടെ മറ്റുള്ള അധ്യാപകരൊക്കെ ചേർന്നത് മനസ്സിലാക്കി കൊടുത്ത് അപ്പോൾ രക്ഷിതാക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പരാതിയൊന്നുമില്ല. കഴിഞ്ഞ വർഷം ഈ വർഷമാകുമ്പോൾ കുട്ടികളെ മാറ്റുമെന്ന് തന്നെ പറഞ്ഞിരുന്നത്, പക്ഷേ ആരെയും മാറ്റിയതുമില്ല. എല്ലാ കുട്ടികളും കൂടെ തന്നെ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ആർക്കും ഒരു പരാതിയില്ല. അവർക്കറിയാം ഈ അസുഖം അങ്ങനെ നേരിട്ട് പകരത്തില്ലെന്നുള്ള കാര്യം അവർക്ക് വിശ്വാസമുണ്ട്. ഈ രോഗത്തെക്കുറിച്ചുള്ള ധാരണ മുൻപ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് ഇതൊരു ഭീകര രോഗമാണ്, ഇത് വരുന്നവരെ തൊട്ടുകൂടാ, അവരെ സ്പർശിച്ചാൽ തന്നെ രോഗം പകരുമെന്നുള്ളൊരു ധാരണയായിരുന്നല്ലോ. എന്നാൽ അതിപ്പോൾ മാറിക്കിട്ടി. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ സമൂഹം തയ്യാറായി. ദൈവത്തിന് ആഹാരം നൽകുന്നു. ദൈവത്തിന് ആഹാരമൊക്കെ ആവശ്യമാണോ എന്നുള്ളത് There's no hazards now. They are living as a part and parcel of this our community. ആരാവാൻ ആഗ്രഹം? പോലീസ്. Together again in this home. It